സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് വരുത്തിയേ മതിയാകൂ. അതിനുവേണ്ടി സ്മൃതി പരുത്തിക്കാടിനെ പോലെ മാധ്യമ പ്രവർത്തന കുപ്പായവും ഇട്ട് നടക്കുന്ന അഖില ലോക വിവരക്കേടുകൾ പറയുന്ന കാര്യങ്ങളും അതിനുവേണ്ടി നടത്തുന്ന വായ്ത്താരികളൊക്കെ കാണുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില അവതാരങ്ങളെ കഴുതകളോട് ഉപമിച്ചാൽ ആ ജന്തുക്കൾക്ക് വരെ നാണക്കേടായി പോകും. ഊർജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ കണ്ട കാഴ്ചയാണ്. കേരളത്തിൽ അല്പം സാമാന്യ ബോധമുള്ളവർക്ക് എന്താണ് ഇപ്പോഴത്തെ വൈദ്യുതി ഉപഭോഗം 10 വർഷത്തിനിടയിൽ ഇങ്ങനെ കുതിച്ചുയരാൻ കാരണമായതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 9 വർഷവും ഈ നാട്ടിൽ AC ഉപയോഗിച്ചിരുന്നില്ലേ? ആ 9 വർഷത്തെക്കാൾ സർവകാല റെക്കോർഡിലാണ് ഇപ്പോഴത്തെ വൈദ്യുതി ഉപഭോഗം. സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഈ ഊർജ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേരളത്തിലെ ഗ്യാസ് പ്രതിസന്ധിയാണ്. പാചകവാതകം കിട്ടാതെ വന്നപ്പോൾ പല വീടുകളും ഫ്ളാറ്റുകളും എന്തിനേറെ പറയുന്നു, ഹോട്ടലുകൾ വരെ പ്രവർത്തിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. 10-12 മണിക്കൂർ നിർത്താതെ ഈ ഇൻഡക്ഷൻ കുക്കറുകൾ ഹോട്ടലുകളിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് റെസ്റ്റോറന്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവരെല്ലാവരും കട അടച്ചിടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, കാര്യം സ്റ്റാഫുകളെ നിലനിർത്തണം, വാടക കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ അവർ പല ലോണുകളും അല്ലെങ്കിൽ പണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചാണ് ഈ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അടച്ചിട്ടാൽ മുഴുവൻ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് എങ്ങനെയും ഇതിനെ നടത്തിക്കൊണ്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭീമമായ വൈദ്യുതി ബില്ല് കൊടുത്തുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതും പോരാഞ്ഞിട്ടും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിയ സന്ദർഭമാണ്, എല്ലാവർക്കും അറിയാം. അതിന്റെ ചാർജിങ്ങിനായും ഇലക്ട്രിസിറ്റി വേണം. അതിനുവേണ്ടി രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വൈദ്യുതി ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുന്ന പീക്ക് അവസ്ഥയുണ്ട്. ഇതും പോരാഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, തുണിക്കടകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഫുൾ ടൈം ACയും ലൈറ്റുകളെല്ലാം കത്തുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഒരു കാലമില്ലാത്ത രീതിയിൽ പാചകവാതക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്ന സാഹചര്യമുണ്ടായി. വേനൽക്കാലം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ എപ്പോഴും ഉപഭോഗം കൂടുതൽ തന്നെയാണ്. ഫുൾ ടൈം ACയും ഫാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പുറമേ ആയിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഈ യുദ്ധത്തെ തുടർന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത്. അത് ഒരു പ്രത്യേക സാഹചര്യമല്ലേ? ആ പ്രത്യേക സാഹചര്യം അല്ല എന്ന് വരുത്തി തീർത്ത് ഇത് ലോഡ് ഷെഡിംഗ് ആണ്, ഇത് കഴിവുകേടാണ്, ഇത് വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാൻ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള വിവരക്കേടുകളെ എങ്ങനെയാണ് നാക്കിട്ടടിക്കുന്നതെന്നൊന്ന് കേട്ടെ എന്ന് പറയുന്നു. പക്ഷെ KSEBിയിലെ ജീവനക്കാരോട് നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ അവർ ഓഫ് ദ റെക്കോർഡായി പറയുന്നുണ്ട്. സംഭവം അത് തന്നെയാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പറയട്ടെ, വസ്തുവിരുദ്ധമാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, വസ്തുവിരുദ്ധമാണ് എങ്ങനെ ന്യായീകരിക്കുക? സർക്കാർ പറയുന്ന സമയത്ത് 10 വർഷത്തെ കാലത്തെ സാഹചര്യം പറഞ്ഞിട്ടാണ് അത് എനിക്ക് പറയാനുള്ള സമയമുണ്ട്. 5 വർഷത്തെ കുറിച്ച് എനിക്ക് പറയണ്ട. അരുണല്ല, സുനിൽ എങ്ങനെ പറയാതിരിക്കൂ? ഈ പവർ കട്ട് അല്ല, ഈ പറയുന്ന ലോഡ് ഷെഡിങ്, ACകൾ ഉപയോഗിക്കുമ്പോൾ ഗ്രിഡ് ബാലൻസ് ചെയ്യാൻ, ലോഡ് നിയന്ത്രിക്കാം. അത് പ്രാദേശികമായി ഇപ്പൊ ചെയ്യണം. അതാണ് ഇപ്പൊ പറയുന്നത് ഡ്രിപ്പ് ആവുകയാണ് എന്ന വാക്കാണ്. അത് തന്നെ അങ്ങോട്ട് ഡ്രിപ്പ് ആവുകയല്ല, പ്രാദേശികമായി തീരുമാനിക്കുകയാണെന്നേ. ഇത്രയും സമയം ഇവിടെ ഇപ്പൊ കൊടുക്കണ്ട, അല്ലെങ്കിൽ പണിയാവുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വല്ലാത്ത ഉപഭോഗം കൂടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യുദ്ധകാലമായതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ പവറിന് ബുദ്ധിമുട്ടുണ്ട്, ഊർജ്ജ പ്രതിസന്ധി വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലേക്ക് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രി വന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാകുന്ന കാര്യമല്ല. ജനങ്ങളെ സംബന്ധിച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ AC ഉപയോഗിക്കുന്നു പറയുമ്പോൾ അങ്ങനെ അല്ലാത്ത ജീവിതങ്ങളെയും കൂടി കാണണ്ടേ? മറ്റുള്ളവർ കഷ്ടപ്പെട്ട് നേടിയെടുത്തത്, പരിശ്രമിച്ച് നടപ്പാക്കിയെടുത്തതൊക്കെ മോശമാണെന്ന് വരുത്തി തീർക്കണം. അതായത് നമ്മൾ പറയാറില്ലേ, ഈ കഴുകന്മാരെന്ന് പറയാറുണ്ട്. ഏതെങ്കിലും പ്രതിസന്ധി കാലഘട്ടത്തിൽ ആക്രമിച്ച് അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നമുക്കൊരു എല്ലില്ലാത്ത നാവും അപാര ചർമ്മബലവും ഒപ്പം തന്നെ എന്തും പറയാൻ ഒരു നാവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വിടുവായത്തരങ്ങൾ ഇരുന്ന് തട്ടിവിടണം. അല്ലാതെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് സാമാന്യ യുക്തിയാണ്. അല്ലാതെ ഇരുന്ന് ഇതുപോലെ കൊണ വിവരക്കേട് പറയാനായിട്ട് 10 പൈസയുടെ അറിവും വേണ്ട, ബോധവും വേണ്ട. കുറച്ച് പുട്ടി അടിക്കുക, വന്നിരുന്ന് ഇതുപോലെ ഗീർവാണ ഡയലോഗ് അടിക്കുക. ഇത് ഈ അടുത്ത ദിവസം ഇതുപോലത്തെ ഗീർവാണ ഡയലോഗ് അടിച്ചാണ് ഒന്ന് ഏറിപ്പോയിട്ട് മോങ്ങി മൂക്കളെ ഒലിപ്പിച്ച് വന്നത്. എന്നിട്ട് അതങ്ങോട്ട് മാറിയപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളൊന്നും മണ്ടന്മാരല്ല. ഈ ഇറാനും അമേരിക്കയുമായിട്ട് യുദ്ധമുണ്ടാകുമെന്ന് നേരത്തെ KSEB തിരിച്ചറിയണമാണത്രേ. അപ്പോ
തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ചൂട് കാലത്ത് നമ്മുടെ ഡാമുകളിലെല്ലാം മുൻകൂട്ടി മഴ പെയ്ച്ച് ഫുള്ളാക്കി നിർത്താമായിരുന്നു. ഇതൊക്കെയാണ് ഈ വിവരക്കേടുകൾ പറയുന്നത്. നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാക്കുകൊണ്ട് വാചകം അടിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് തിരുവനന്തപുരം നഗരസഭ ഒന്ന് നോക്കിയാൽ മതി. കയറിക്കഴിഞ്ഞ് കിടന്ന് കൈയും കാലൂട്ട് അടിച്ച് സകലതും നാമാവിശേഷമാക്കുന്ന രീതിയിലേക്ക് ഈ നാക്കിട്ടടിക്കാരെ കയ്യിലും അവസരം കിട്ടിയാൽ എത്തിപ്പെടാൻ പോവുകയാണ്. അതിനപ്പുറത്തേക്ക് ഇവരെ കൊണ്ടൊന്ന് സമൂഹത്തിന് ഗുണമുള്ള ഒരൊറ്റ കാര്യം ചെയ്യാൻ ശേഷിയില്ലാത്തവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെ അറിയാം ഇതുപോലെ വളവളവള വർത്തമാനം പറയാൻ മാത്രം.